ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയിലൊരു നോമ്പിൻ്റെ ഒരു ദിവസം. അപ്പോൾ ഇടയത്താഴത്തേക്ക് വേണ്ടിയുള്ള ഒരു പരിപാടികളിലാണ് കേട്ടോ. അപ്പം കുറച്ച് പേർക്ക് പത്തിരി നിറച്ച് ഇളക്കി ഇതൊക്കെയാണ് ഇഷ്ടം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി വയ്ക്കില്ല, അതാണ് ഇഷ്ടം. പക്ഷേ മോനത് ഇഷ്ടമല്ല. അവന് ഞാൻ കുറച്ച് പത്തിരി എടുത്ത് ചൂടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. അവന് പത്തിരി ഇളക്കിയത് അവന് താല്പര്യമില്ല. അപ്പോൾ ഈ പത്തിരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ചായയൊക്കെ തിളപ്പിച്ച് ടേബിളിൽ വെച്ചിട്ടാണ് ഇവരൊക്കെ ഞാൻ വിളിച്ചനുപ്പിക്കുകയുള്ളൂ. നേരത്തെ വിളിച്ചനുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടേക്ക് ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുമല്ലോ, രാവിലെ തന്നെയാണല്ലോ. അപ്പോൾ അവരുടെ ഫുഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെയും കഴിഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നിസ്കരിക്കാനും എല്ലാം പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അതേ ഇപ്പം നേരം വെളുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷടപടേന്നെല്ലാം ചെയ്താലാണ് പെട്ടെന്ന് തീരുള്ളൂ. നോമ്പ് പിടിച്ചോണ്ട് നമുക്കങ്ങനെ എല്ലാ പണിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ എവിടെയൊന്നും ഇരിക്കാറില്ല. പിന്നെ ഫോൺ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും. അപ്പോൾ ഒന്നിലും ഒരു സ്ഥലത്തേക്കൊന്നും നോക്കാണ്ട് വേഗം പണികൾ തീർക്കാണ്ട്. അപ്പോൾ അടുക്കളയിലുണ്ട് പണികൾ, ഒരുപാട് പണികൾ തീർക്കാനുണ്ട്. ക്ലീനിങ് ഉണ്ട്, പിന്നെ അഴിച്ച് വാരണം, തുടയ്ക്കണം, കുളിക്കണം, ഇങ്ങനെയുള്ള പണികളൊക്കെ പടപടേന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ പണികളും തീർക്കണം കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ ഇനി നോമ്പിൻ്റെ പണികളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ തീർത്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് കിടന്നിട്ടാണ് പിന്നെ നോമ്പിൻ്റെ പണികൾ തുടങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് പഞ്ചായത്തിന് ഇത് വേസ്റ്റ് ഇടാനായിട്ട് ഒരു ബാസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഇട്ട്. നമുക്ക് വല്ല ചാക്കിലൊന്നും നിറച്ച് വയ്ക്കേണ്ട. അപ്പോൾ വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ എല്ലാവരും അതിലേക്ക്, പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടോ, വേറെ വേസ്റ്റൊന്നും അല്ല, അതൊക്കെ നമുക്ക് അതിലേക്ക് അടച്ചു വയ്ക്കണം. അങ്ങനെ എൻ്റെ കിച്ചണിലെ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ സ്ഥലവും അടിച്ചു വാരി ജസ്റ്റ് ഒന്ന് തുടയ്ക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഇപ്പോൾ തന്നെ സമയം കുറച്ചധികമായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഉമ്മച്ചി പൊടി വാട്ടി പത്തിരി പരത്തി ചുട്ടു തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. ഉമ്മച്ചി പത്തിരി ചുടലിൽ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. ആരുടെ ഹെൽപ്പൊന്നും വേണ്ട. എങ്കിലും ഉമ്മച്ചി ഒറ്റയ്ക്ക് പത്തിരി പരത്താനുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ പുറകെ ചെന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. എന്നാന്നറിയാൻ പാടില്ല, വേറെ എന്ത് പണി പറഞ്ഞാലും ഉമ്മച്ചിക്ക് ഒട്ടും പറ്റില്ല. പക്ഷെ പത്തിരി പരത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണ്ട. വേഗം തന്നെ പൊടി വാട്ടി പ്രസ്സിൽ പരത്തി ചുട്ടോളൂ. അതിനാരുടെ ഒരു ഹെൽപ്പ് വേണ്ട. അങ്ങനത്തെ ഒരാളാണ് ഞങ്ങളുടെ ഉമ്മച്ചി. പത്തിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണെന്ന് അറിയാം. അങ്ങനെ ഞങ്ങൾ പത്തിരി വരുത്തനായിട്ട് ഇപ്പോൾ അതേ മുന്നു എൻ്റെ പ്രിയതമൻ പുള്ളിക്കൊരാഗ്രഹം പത്തിരി വരുത്തണമെന്ന്. ഞാൻ പറഞ്ഞു അതിനെന്താ പരത്തിക്കോ, ഞാൻ അതേ പ്രസ് അങ്ങനെ തന്നെ കൊടുത്തു, അത് മുഴുവൻ പരത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ്. അല്ലെങ്കിലും കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഇക്കാർക്ക് വരുമ്പോൾ എനിക്കത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ, ഒരുമിച്ച് പണിയെടുക്കാനായിട്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അതൊരു സന്തോഷമാണ്. പിന്നെ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. ഈ ഒറ്റയ്ക്ക് കിടന്ന് ഇങ്ങനെ ഒന്ന് പണിയെടുക്കണ്ടല്ലോ, എന്തൊരു പണിയുണ്ട് നമുക്ക് കിച്ചണിൽ. അല്ലെങ്കിലൊക്കെ വരാറുണ്ട് കേട്ടോ, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തൊക്കെ തരാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ പണികൾക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എപ്പോഴും. അത് നമുക്കൊത്തിരി സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും പത്തിരി പരത്തൽ കഴിഞ്ഞിട്ടോ. ഞങ്ങൾക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ട് അപ്പോൾ ഉമ്മച്ചി ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചിൻ്റെ വീഡിയോയിലേക്ക് അങ്ങനെയൊന്നും വരണമെന്നാണ് പറഞ്ഞേക്കണത്. എന്തോ ആദ്യത്തെ വീഡിയോ വർത്താനം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി അങ്ങനെ സംസാരിക്കുന്നില്ല എന്നൊക്കെയാണ് ഉമ്മച്ചി പറയണത്. അതുകൊണ്ട് ജസ്റ്റ് കാണിക്കാം ചക്ക നന്നാക്കണത്. ഗൈസ്, നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണത്. നോമ്പ് പറഞ്ഞിട്ട് വേണം നമുക്കിത് തിന്നാനായിട്ട്. ഉമ്മച്ചിക്ക് എന്തെങ്കിലും ചക്കേനെ പറ്റി പറയണമെങ്കിൽ പറയാം. ഒന്നും പറയാനില്ല എന്നാണ് പറയണത്. അപ്പൊ നല്ല ചക്കയാണ്. ഇത് കാണുമ്പോ തന്നെ നമുക്ക് വായിൽ വെള്ളം പോറും. നോമ്പായതുകൊണ്ട് തിന്നാനും പറ്റൂല. അപ്പൊ നോമ്പ് ഓർക്കുമ്പോ തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മളിപ്പോ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. ചക്ക കിട്ടിയതുകൊണ്ട് ചക്ക നന്നാക്കൽ പ്രയത്നത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മച്ചി വേണമെങ്കിൽ ക്യാമറയിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കല് മാത്രമേ, ഇനി ഒന്നും പറയൂല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പറയലില്ല. അപ്പൊ ഞങ്ങൾ ഇനി ചക്ക നന്നാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ, ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കൽ. അപ്പൊ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കലാണ് മുഖ്യം. അപ്പോൾ ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞ് 2-3 ആൾക്കാർ വേവിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് അവരെ വിളിക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കൽ നല്ല പണി ആയതുകൊണ്ട് നമ്മളത് പരമാവധി ഉണ്ടാക്കാറില്ല, വാങ്ങലാണ് പതിവ്. പക്ഷേ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കിയേ പറ്റൂ എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ വാങ്ങിയിട്ട് വന്നത്. തന്നെ ഇറച്ചിയെടുത്ത് കുറച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ അതേ കട്ട്ലേറ്റിനുള്ള മസാലയൊക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉമ്മച്ചിനെ കാണുള്ളൂ. അപ്പോൾ ഉമ്മച്ചി ഇതേ വെളുത്തുള്ളി നന്നായിക്കൊണ്ടിരിക്കുക. ഉമ്മച്ചി ഒരു സമയത്തും വെറുതെ ഇരിക്കില്ല എന്നുള്ളതാണ്, എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണത്. ആ ഇരുന്ന് വെളുത്തുള്ളിയൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഉമ്മച്ചിയുടെ കാര്യം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ കട്ട്ലേറ്റിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനും ഉമ്മച്ചും കൂടി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം, പഠിപ്പിക്കണം ഉണ്ടാക്കാനായിട്ട്. വയ്ക്ക് അത് മതി എന്നിട്ട് അങ്ങനെ ഹാർട്ട് ഷേപ്പിലേക്കാണ് ഉണ്ടാക്കണത്. ഇങ്ങനെ തള്ളുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുക, എടുത്തിട്ട് ഇതിൽ മുക്കുക, പൊടിയിൽ മുക്കുക, ഇതിൽ വെക്കുക. ഇങ്ങനെ ഇടാം, എന്നിട്ട് എടുത്തു വെക്കാം, ലാസ്റ്റ് ഇടാം. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഒരുവിധം പഠിച്ചിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിൻ്റെ ഒന്നുള്ളൂ. ഞാൻ ദേ ഇതിങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് വയ്ക്കാനായിട്ട്, ജസ്റ്റ് ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ. ഇല്ല കണ്ടോ, ഈ മുട്ടയുടെ ഇതില് മുക്കിയിട്ട് ഇതിലിടാ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി. മുക്കണം, ജസ്റ്റ് ഒന്ന് മുക്കിയാൽ പതക്ക. ഉമ്മച്ചി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കട്ട്ലേറ്റ് ഞങ്ങൾ ഉണ്ടാക്കാറില്ല. സമൂസയാണ് ഈ പണി എളുപ്പം കഴിയുമല്ലോ. ഇപ്പോൾ നോമ്പ് തുടങ്ങിയ പിന്നെ ആദ്യമായിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കണത്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കലാണ് പതിവ്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിന് ഇറങ്ങിയേക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, എളുപ്പത്തിൽ പണി കഴിയുന്നുണ്ട് കേട്ടോ. അപ്പം ഗൈസ് ഞങ്ങളുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കലേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് പൊരിച്ചാൽ മതി. അപ്പം ഞങ്ങൾ റംസാനായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണ കട്ട്ലേറ്റാണ്ടത്. ഉമ്മച്ചി കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി അവശരിയായി അവിടെ ചെന്നിരിക്കുകയാണ്, റെസ്റ്റ് എടുക്കാണ്. ഞാനാണിത് പൊരിക്കാനിടാൻ പോണത്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് നോമ്പ് തുറയുടെ വിശേഷങ്ങൾ. പുതിയതായിട്ടൊന്നുമില്ല, കട്ട്ലേറ്റ് മാത്രം സ്പെഷ്യൽ ഉണ്ടാക്കണുള്ളൂ. ഇന്ന് പള്ളിയിൽ നോമ്പ് തുറക്കലിന് പത്തിരി ഇറച്ചിയും കിട്ടുമെന്ന് പറഞ്ഞു. പള്ളിയിൽ പത്തിരി ഇറച്ചി ഉള്ളതുകൊണ്ട് ഞാനിവിടെ തൽക്കാലത്തേക്ക് ഒന്നും ഉണ്ടാക്കാനുള്ള കട്ട്ലേറ്റ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ പത്തിരി ഇറച്ചി വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല, ഉമ്മച്ചിക്കുള്ളത് ഇരിക്കേണ്ട ഇന്നലത്തെ, അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം ബാങ്ക് വിളിക്കാനായിട്ട് സമയമായിട്ടുണ്ട്, എന്ന് ഒരുപാട് വൈകി. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.